ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 16 മുതൽ 19 വരെയുള്ള 4 ശ്ലോകങ്ങൾ നോക്കാം. നാത്യശ്നതസ്തു യോഗോസ്തി നൈകാന്തമനശ്നതഃ നജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ന അതി അശ്നതഃ തു യോഗഃ അസ്തി നച ഏകാന്തം അനശ്നതഃ നച അതിസ്വപ്നശീലസ്യ ജാഗ്രതഃ ന ഏവ ച അർജുന. ന അതി അശ്നതഃ, അതി അശ്നതഃ അമിതമായിട്ട് ഭക്ഷിക്കുന്ന ഒരാൾക്ക് യോഗഃ ന അസ്തി, യോഗഃ തു യോഗമാവട്ടെ ന അസ്തി ഇല്ല തന്നെ. നച ഏകാന്തം അനശ്നതഃ, അനശ്നതഃ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാത്തയാൾ, തീരെ ഒന്നും തന്നെ കഴിക്കാത്തയാളാണെങ്കിൽ അയാൾക്കും യോഗഃ ന അസ്തി, അയാൾക്കും യോഗം പ്രാപിക്കാൻ കഴിയുന്നതല്ല. നച അതിസ്വപ്നശീലസ്യ, എന്നാൽ അമിതമായിട്ട് സ്വപ്നം കാണുന്നവൻ, അമിതമായിട്ട് ഉറങ്ങുമ്പോഴാണ് അമിതമായിട്ട് സ്വപ്നം കാണുന്നത്. അപ്പോൾ അങ്ങനെ അമിതമായിട്ട് ഉറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനും യോഗം ലഭിക്കുന്നില്ല. ജാഗ്രതഃ ന ഏവ ച അർജുന. അതേപോലെ അമിതമായിട്ട് ഉണർന്നിരിക്കുന്നവനും യോഗമാർഗത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ യോഗത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അയാൾക്കും സാധിക്കുന്നതല്ല. അപ്പോൾ ഒന്നും ഭക്ഷിക്കാതെ ഇരിക്കുന്ന ഒരാൾ, അതായത് പൂർണ്ണമായും ഭക്ഷണം ത്യജിച്ചിരിക്കുന്ന ഒരാൾക്കും യോഗത്തെ പ്രാപിക്കാൻ കഴിയുന്നതല്ല. എന്നാലോ ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ആളാണെങ്കിലോ, എപ്രകാരമാണോ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് യോഗത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, അതേപോലെ ഒന്നും കഴിക്കാതിരിക്കുന്നവർക്കും എത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് അമിതമായിട്ട് ഉറങ്ങുന്നവൻ, നിദ്രയെ സേവിക്കുന്നവൻ. ചിലരെല്ലാം നമ്മൾ പറയാറുണ്ട് കുംഭകർണ സേവ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അമിതമായിട്ട് ഉറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും യോഗം വളരെ അകലെയാണ്. എന്നാലോ അമിതമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് ശരീരത്തിന് വേണ്ടതായ വിശ്രമം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടെന്ന് കരുതുക, അയാൾക്കും യോഗത്തെ പ്രാപിക്കാൻ കഴിയുന്നതല്ല അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ യോഗമാർഗത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ അമിതമായി ഭക്ഷിക്കുന്നതും ശരിയല്ല, ഒട്ടും ഭക്ഷിക്കാതിരിക്കുന്നതും ശരിയല്ല, അമിതമായി ഉറങ്ങുന്നത് ശരിയല്ല, ഒട്ടും ഉറങ്ങാതിരിക്കുന്നതും ശരിയല്ല. ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം അയാളെ യോഗമാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കും, അല്ലെങ്കിൽ അതിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സഹായിക്കുകയില്ല. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു അവസ്ഥയിലാണ് ഒരാൾക്ക് യോഗത്തെ പ്രാപിക്കാൻ കഴിയുക എന്ന് നമുക്കിവിടെ ഊഹിച്ചെടുക്കാം. അപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് ആദ്യം കിട്ടുന്നു. പിന്നെ ഒന്നും കഴിക്കാതിരിക്കുന്നത് അഭിലഷണീയമല്ല, അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ആവശ്യമുള്ള അന്നം നമ്മൾ കഴിക്കുക തന്നെ വേണം. പിന്നെയോ അമിതമായിട്ട് ഉറങ്ങുന്നത് നല്ലതല്ല, അപ്പോൾ ഉറക്കം നിയന്ത്രിക്കണം, മിതമാക്കണം, ആവശ്യത്തിന് മാത്രം ഉറങ്ങുക. ജാഗ്രതഃ ന ഏവ, എന്നാൽ ഉറങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുന്നതും അഭിലഷണീയമല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, മിതമായി ഭക്ഷിക്കുക, ഒട്ടും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്കും പോകാതിരിക്കണം, അമിതമായി ഉറങ്ങാതിരിക്കണം, അതുപോലെ ഒട്ടും ഉറങ്ങാത്ത അവസ്ഥയും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല. ഇപ്പോൾ ചിലർ
ഒട്ടും ഭക്ഷിക്കാതിരിക്കണം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ മരുന്നെല്ലാം കഴിക്കുന്നവരായിരിക്കാം ഏതെങ്കിലും അസുഖങ്ങൾക്കായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരു അത്യാവശ്യം വേണ്ട ഘടകമാണ്. പക്ഷേ അവരെന്ത് ചെയ്യും? ഓരോ വ്രതങ്ങളുടെ പേര് പറഞ്ഞ് അവർ ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതെയൊക്കെ ഇരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരീര സംരക്ഷണം തന്നെ സാധ്യമല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് അവർക്ക് വ്രത പൂർത്തീകരണം ചെയ്യാൻ കഴിയുക എന്നുകൂടി ചിന്തിക്കണം. ഈ വ്രതങ്ങളും തപശ്ചര്യകളും എല്ലാം നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അയാൾക്ക് കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ ഈ മരുന്നിന് മുൻപോ അതിന് ശേഷമോ ഉള്ള ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ ഷുഗറിൻ്റെ ലെവൽ ചിലപ്പോൾ കുറഞ്ഞു പോകാം, ചിലപ്പോൾ അമിതമായി പോകാം. അതെല്ലാം ശരീരത്തിന് ദോഷം ചെയ്യുന്ന അവസ്ഥകളാണ്. അങ്ങനെയുള്ളവർ വ്രതമാണെന്ന് പറഞ്ഞ് ഒരു പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്രതം പൂർത്തീകരിക്കാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതിനു മുൻപ് ആശുപത്രിയിൽ പോകേണ്ടി വരും. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മളുടെ ശരീരം കൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള വ്രതങ്ങൾ ചെയ്യാൻ കഴിയുമോ അതിനെ സ്വയം മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. എല്ലാവരും ഉപവാസം അനുഷ്ഠിക്കുന്നു എന്നതുകൊണ്ട് ഞാനും ഉപവാസം അനുഷ്ഠിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിച്ച് രോഗമുള്ള ഒരാൾ തൻ്റെ ഭക്ഷണത്തിൻ്റെ ക്രമങ്ങളൊന്നും മാറ്റുന്നത് ഉചിതമല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും യോഗമാർഗത്തിലേക്ക് പോകുന്നവർക്ക് ഭക്ഷണത്തിലും ഉറക്കത്തിലും മിതത്വം പാലിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. നാത്യശ്നതസ്തു യോഗോസ്തി നൈകാന്തമനശ്നതഃ നാദി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്ത ആഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്ന അവബോധസ്യ യോഗഃ ഭവതി ദുഃഖഃ. യുക്ത ആഹാരവിഹാരസ്യ, യുക്തമായ യോജിച്ച അല്ലെങ്കിൽ മിതമായ രീതിയിലുള്ള അന്നപാനാദികളും ശാരീരികമായ അഭ്യാസങ്ങൾ അല്ലെങ്കിൽ എക്സർസൈസ് അതെല്ലാം മിതമായ രീതിയിൽ ആവശ്യം തന്നെയാണ്. അതുപോലെ യുക്തചേഷ്ടസ്യ കർമ്മസു, കർമ്മങ്ങളിൽ ആവശ്യമായ അല്ലെങ്കിൽ മിതമായ ചേഷ്ടകൾ മാത്രമേ പാടുള്ളൂ. യുക്തസ്വപ്നാവബോധസ്യ, യോഗത്തിന് അഭിലഷണീയമായിരിക്കുന്ന രീതിയിലുള്ള ഉറക്കവും ഉണർവും. അങ്ങനെയുള്ള യോഗഃ ഭവതി ദുഃഖഃ, അങ്ങനെയുള്ള യോഗം ദുഃഖത്തെ ഹനിക്കുന്നതായിട്ട് ഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മിതമായ ആഹാര വ്യായാമാദികൾ. വിശപ്പ് കൂടുതലുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ എത്ര കഴിച്ചാലും എനിക്ക് മതി വരുന്നില്ല എന്ന് കരുതി അമിതമായി ഭക്ഷിക്കുന്നത് ആ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാലോ ആവശ്യത്തിന് വ്യായാമം ചെയ്യണം എന്നത് ഇവിടെ പറയുന്നുവെങ്കിലും വളരെയധികം വ്യായാമങ്ങൾ നല്ലതാണ് എന്നെങ്ങാനും തെറ്റിദ്ധരിച്ചിട്ട് ചെയ്താൽ അതും ശരീരത്തെ ദോഷകരമായി ബാധിക്കും. പിന്നെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ആവശ്യമായ രീതിയിൽ മാത്രം ഉള്ള ചേഷ്ടകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു ഭഗവാൻ. അതുപോലെ തന്നെയാണ് മിതമായിരിക്കുന്ന ഉറക്കവും ഉണർവും. ഇത്രയെല്ലാം നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള യോഗം ദുഃഖത്തെ ഹനിക്കുന്നതായിട്ട് ഭവിക്കും എന്നാണ്. ഇന്ന്
നമ്മൾ മിക്കവാറും ആളുകളുടെ ഇടയിൽ കാണുന്നത് അമിതമായ അന്നപാനാദികളുടെ ഉപയോഗവും അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും ഇതൊന്നും പോരാഞ്ഞിട്ട് യാതൊരു വ്യായാമവും ഇല്ലാത്ത ഒരവസ്ഥയും കൂടിയാണ്. മിതമായ ഭക്ഷണം, മിതമായ വ്യായാമം എന്ന് പറയുന്നത് പോലും തകിടം മറിച്ചുകൊണ്ടാണ് പലരും ഇന്ന് ഭക്ഷണം കഴിക്കുന്നതും വ്യായാമം ചെയ്യാതിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നിശ്ചയമായിട്ടും ആ ശരീരം പെട്ടെന്ന് തന്നെ നാശത്തിന് അടിമപ്പെടും. അതിന് മറ്റൊരു മാർഗമില്ല. മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്നായി വിയർത്ത് ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇല്ലെങ്കിൽ ആ വിയർപ്പ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അത് തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതിനെ ഏത് രീതിയിൽ നമുക്ക് പിടിച്ചു നിർത്തണം എന്ന ചിന്തകളോടുകൂടിയാണ് ആളുകൾ ഓരോ സമയം പ്രഭാത സവാരിയായിട്ടും സായാഹ്ന സവാരിയായിട്ടും ഒക്കെ നടക്കുന്ന ആളുകളെ കാണുന്നു. അതുപോലെ തന്നെ ചിലർ കരുതും ഇനി ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചങ്ങ് 2-3 മണിക്കൂർ ഉറങ്ങിയേക്കാം എന്ന് കരുതി നിത്യവും ഇതൊരു പതിവാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്കൊന്ന് വ്യായാമം ചെയ്യുവാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ അമിതമായ ഉറക്കവും ആ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കും. എന്നാലോ മറ്റേ തലയ്ക്കൽ ഉറക്കം ഒട്ടും വേണ്ട എന്ന് പറഞ്ഞ ഒരാളിരിക്കുകയാണെങ്കിലോ അയാൾക്ക് അതുതന്നെ രോഗകാരണമായി തീരും. അതുകൊണ്ട് ഏതെല്ലാം അവസ്ഥാവിശേഷങ്ങളെയാണ് നമ്മൾ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഭഗവാനോട് പറഞ്ഞു തരുന്നു. മിതമായ ഭക്ഷണം, മിതമായ വ്യായാമം, ചെയ്യുന്ന കർമ്മങ്ങളിൽ മിതമായിരിക്കുന്ന ചേഷ്ടകൾ, അതുപോലെ തന്നെ മിതമായ ഉറക്കം, മിതമായ ഉണർവ്, ഇങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ യോഗമാർഗത്തിലൂടെ തൻ്റെ ദുഃഖങ്ങളെല്ലാം തീർക്കുന്നയാളായിരിക്കും എന്ന് ഉറപ്പ്. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യ യുക്ത ഇത്യുച്യതേ തഥാ യഥാ വിനിയതം ചിത്തം ആത്മനി ഏവ അവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യ യുക്ത ഇതി ഉച്യതേ തഥാ യഥാ എപ്പോഴാണോ വിനിയതം ചിത്തം നിയന്ത്രിക്കപ്പെട്ട മനസ്സ് ആത്മനി ഏവ അവതിഷ്ഠതേ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്തത് നിസ്പൃഹ യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ സർവകാമേഭ്യ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായും വിരക്തനായിരിക്കുന്ന ഒരാൾ അയാളെ യുക്തഃ ഇതി ഉച്യതേ അയാൾ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു. അപ്പോഴാണ് അയാൾ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏത് സമയത്താണോ അല്ലെങ്കിൽ ഏതവസ്ഥയിലാണോ ഒരാൾക്ക് തൻ്റെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായും ആഗ്രഹം ഉപേക്ഷിക്കാൻ കഴിയുന്നത്, അപ്രകാരം തൻ്റെ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുവാനായിട്ട് ആ ജീവാത്മാവിന് സാധിക്കുന്നത്, അപ്പോഴാണ് അയാളെ യോഗയുക്തൻ എന്ന് പറയാൻ സാധിക്കുക. എങ്ങനെയാണോ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം അവരുടെ എല്ലാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് മേയാൻ വിട്ടുകഴിഞ്ഞാൽ അത് നമ്മളെ പല ദിക്കുകളിലേക്കും വലിച്ചു കൊണ്ടുപോകുന്നതാണ്. അതും നമുക്ക് ദുഃഖകാരണമായി ഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അവയെല്ലാം തിരിച്ച് നമ്മിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നു. ഗീതയിൽ പറയും, യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ. എങ്ങനെയാണോ ഒരു കൂർമ്മം, ഒരു ആമ അതിൻ്റെ കൈയും കാലും തലയും എല്ലാം ആ പുറന്തോടിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സ് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിലേക്ക് തന്നെ ഉപസംഹരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്ന ഒരാൾ, അയാൾ ആഗ്രഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിരക്തനാണ് എങ്കിൽ
ആത്മനിയേവ അവതിഷ്ഠതേ, ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അയാളെയാണ് യോഗ ഇത് ഉച്യതേ, അവനെ യോഗയുക്തൻ എന്ന് പറയുന്നു. ഇതൊന്നും ചെയ്യാതെ ഞാൻ യോഗയുക്തനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ അതല്ല ലക്ഷ്യസ്ഥാനം എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായ ശ്ലോകമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും ഭൗതികങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്ന് പടിപടിയായിട്ട് മനസ്സിനെ വിമുക്തമാക്കുകയും ചെയ്താൽ സദാസമയവും ഞാൻ ആ ഈശ്വരനിൽ തന്നെ കുടികൊള്ളുന്നു എന്ന് സങ്കല്പിക്കുവാനും കഴിയുന്ന ഒരു യോഗി, അയാളെയാണ് യോഗയുക്തൻ എന്ന് പറയാൻ കഴിയുക. അങ്ങനെയുള്ള ആ യോഗമാർഗത്തിൻ്റെ പരമമായ ലക്ഷ്യം നേടാൻ കഴിയുന്നവരെയാണ് യോഗയുക്തൻ എന്ന് പറയുന്നത്. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യ യുക്ത ഇത്യുച്യതേ തഥാ. യഥാ ദീപോ നിവാതസ്ഥോ നെംഗതേ സോപമാസ്മൃതാ യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപഃ നിവാതസ്ഥഃ ന ഇംഗതേ സോപമാ സ്മൃതാ യോഗിനഃ യഥചിത്തസ്യ യുഞ്ജതഃ യോഗം ആത്മനഃ. യഥാ ദീപഃ നിവാതസ്ഥഃ, എപ്പോഴാണോ അല്ലെങ്കിൽ ഏത് പ്രകാരത്തിലാണോ നിവാതസ്ഥഃ ദീപഃ, കാറ്റില്ലാത്ത സമയത്ത് ഒരു ദീപം, ഒരു വിളക്ക്, യഥാ ന ഇംഗതേ, ഏത് പ്രകാരത്തിൽ ചലിക്കാതിരിക്കുന്നുവോ, അതിൻ്റെ ദീപം ചലിക്കാതിരിക്കുന്നുവോ, യോഗിനഃ യഥചിത്തസ്യ, നിയന്ത്രിക്കപ്പെട്ട മനസ്സോടുകൂടിയ ആ യോഗിയാവട്ടെ, യുഞ്ജതഃ യോഗം ആത്മനഃ, ആത്മധ്യാനത്തോടുകൂടി യോജിച്ചവനായിരിക്കുന്ന ആ യോഗിയാവട്ടെ, അയാൾ സാ ഉപമാ സ്മൃത, ആ ഉപമ സ്മരിക്കപ്പെടുന്നു എന്നാണ്. ഒരു യോഗിയുടെ മനസ്സിൻ്റെ ചാഞ്ചല്യമില്ലാത്ത അവസ്ഥയെ ഉപമിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ മനോമുഖരത്തിൽ കാണേണ്ടത്. ഒന്ന്, ഒരു കാറ്റില്ലാത്ത സമയത്ത് ഒരു ദീപം തെളിച്ചു വച്ചിരിക്കുന്നു. ആ ദീപത്തിലെ ദീപനാളത്തിന് യാതൊരു അനക്കവുമില്ല, അത് ഒരേപോലെ തന്നെ നിന്നങ്ങ് കത്തുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് യോഗമാർഗത്തിലൂടെ അത് വളരെ വിജയകരമായിട്ട് അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു യോഗിയുടെ മനസ്സ് ഇപ്രകാരം ഭൗതികങ്ങളായ ഏതൊരു വിഷയങ്ങൾ വന്നാലും യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കണമെങ്കിൽ ആത്മധ്യാന ലീനനായിരിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മനസ്സിനെയൊക്കെ സ്വാധീനമാക്കിക്കൊണ്ട് പുറത്ത് എന്ത് നടക്കുന്നു എന്നൊന്നും അറിയാൻ ശ്രമിക്കാതെ സ്വയമേവ ധ്യാന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ളവർ അവരുടെ ഉപമയാണ്, അവരുടെ മനസ്സിനെ കാണിക്കുന്ന ഒരു ഉപമയാണ് ഈ കാറ്റില്ലാത്തടുത്ത് ജ്വലിച്ചു നിൽക്കുന്ന ദീപത്തിന് യാതൊരു ചാഞ്ചല്യവും ഒരു ഇളക്കവും ഇല്ല എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഈ ചാഞ്ചല്യ അവസ്ഥ അത് ഏത് പ്രകാരത്തിലാണോ ഒരു കാറ്റ് വരുമ്പോൾ ദീപത്തിലെ നാളം കിടന്ന് ഇളകുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഭൗതികതയുടെ ഈ കൊടുങ്കാറ്റേറ്റ് നമ്മളുടെ എല്ലാം മനസ്സ് ചഞ്ചലമായി പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ആത്മോപദേശത്തിൽ, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു, വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. വളരെ വ്യക്തമായിട്ട് ഗുരുദേവനോട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ പ്രകൃതി നമ്മളെ പിടിച്ച് ചുഴറ്റുന്നത് പോലെയാണ് ഈ ഭഗവാന്റെ ഈശ്വരീയമായ മായ നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നത്. അത് എഴുത്തച്ഛനും പറയുന്നുണ്ട്. ഈശ്വരഭജനം എന്ന് പറയുന്ന കൃതിയിൽ
എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ ഇട്ടുവട്ടം കറക്കുന്നിതേവിധം തോന്നണം കൃപ ഏഴയാമീ എന്നിൽ കാരുണ്യാലയ ദൈവമേ പാഹിമം. അപ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഈ മായയാകുന്ന സമുദ്രത്തിൽ ഇട്ട് ചുഴറ്റുന്നത് ഭഗവാനെ? എന്നിൽ അല്പമെങ്കിലും കൃപ അങ്ങയ്ക്ക് തോന്നണമേ, എന്നെ ഇവിടെ നിന്ന് കരകയറ്റണമേ എന്നെല്ലാം ആ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ആ ദീപം, ആ വിളക്കിൽ ജ്വലിച്ചു നിൽക്കുന്ന ദീപം ഇളകാതിരിക്കുന്ന അവസ്ഥ പോലെയാണ് ഒരു യോഗിയുടെ മനസ്സ്. ഭൗതികമായ എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും അതിലൊന്നും ഭ്രമിക്കുന്നവരല്ല, അതിനെല്ലാം അതിജീവിക്കാൻ, തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യഥാ ദീപോ നിവാദസ്ഥോ നെങ്കദേശോപമാസ്മൃത യോഗിനോ യഥ ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.